ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +1 സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ഇത്ര പേര് ക്രിക്കറ്റ് കളിക്കുന്നു, ഇത്ര പേര് ഫുട്ബോൾ കളിക്കുന്നു, ആഹ് കുറച്ച് പേര് ഇത് രണ്ടും കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ മാത്രം കളിക്കുന്ന ആൾ എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ്. വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രത്തിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടും അതിനകത്ത് സബ്സെറ്റ് ആയിട്ട് വരുന്ന സെറ്റുകളെ മെൻഷൻ ചെയ്തിരിക്കുന്ന സെറ്റുകളെ നമ്മൾ സർക്കിൾസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ ഇന്റർസെക്ഷൻ വരാം, ഓവർലാപ്പിംഗ് വരാം, രണ്ടോ മൂന്നോ എണ്ണം ഒരുമിച്ച് ഇന്റർസെക്ട് ചെയ്യുന്ന കേസസ് വരാം, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകൾ നമുക്ക് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സർക്കിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണോ സെറ്റുകളുടെ റിലേഷൻ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് വെൻ ഡയഗ്രാം നോക്കിയാൽ അറിയാം ഏതൊക്കെ സെറ്റിൽ എന്തൊക്കെ ഇന്റർസെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ടൊന്ന് സോൾവ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. സോ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെൻ ഡയഗ്രാം അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം എന്താണെന്നുള്ളതിന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. എന്തുകൊണ്ടാണ് നമ്മൾ 3 സർക്കിൾസ് വരച്ചത്? ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 പീപ്പിളില് മാതൃഭൂമിയും ചന്ദ്രികയും ദീപികയും വായിക്കുന്ന ആൾക്കാരുണ്ട്. സോ നമുക്ക് എം സെറ്റ് എം ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഹു റീഡ് മാതൃഭൂമി. മാതൃഭൂമി വായിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റിൽ എടുക്കാം. ഇനി സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് പീപ്പിൾ ഹു റീഡ് ചന്ദ്രിക. ഓക്കെ, ഇനി ഡി ഇസ് ഈക്വൽ ടു പീപ്പിൾ ഹു റീഡ് ദീപിക. സോ ഇങ്ങനെയാണ് നമ്മൾ സെറ്റിനെ നൊട്ടേഷൻസ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ക്ലിയർ ആവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലേക്ക് എഴുതണം. ഓക്കെ, എം സി ഡി. മാതൃഭൂമി വായിക്കുന്ന എത്ര പേരാണുള്ളത്? 25 ആണ്. സോ നമുക്ക് ഇത് വെച്ചിട്ട് തുടക്കത്തിലുള്ള ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഈ വെൻ ഡയഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഓക്കെ, വെൻ ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയും മാതൃഭൂമി വായിക്കുന്ന ആൾക്കാരുടെ സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒക്കെ വരുന്നത് എന്താണ്? മാതൃഭൂമി വായിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവിടെ നോക്കുക, ഈ ഒരു ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് എന്തിന്റെ ഇന്റർസെക്ഷൻ ആണ്? മാതൃഭൂമിയുടെയും ചന്ദ്രികയുടെയും ഇന്റർസെക്ഷൻ ആണ് അല്ലെ ഇത്. അപ്പൊ മാതൃഭൂമിയും ചന്ദ്രികയും വായിക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് എവിടെ വരും? ഈ ഒരു ഏരിയയിൽ വരും. ഇനി നോക്കുക, ഇതിൽ തന്നെ ഇതിൽ തന്നെ ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ മാതൃഭൂമിയുടെയും ചന്ദ്രികയുടെയും ദീപികയുടെയും ഇന്റർസെക്ഷൻ ആണ് അല്ലെ. അപ്പം ഇത് മൊത്തം വായിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ വരും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ എന്താണെന്നുള്ളതാണ് നോക്കുക. 3 റീഡ് ഓൾ ദി 3 ന്യൂസ് പേപ്പേഴ്സ്. അപ്പോ എൻ ഓഫ് എം ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി ഇസ് ഈക്വൽ ടു എന്താണ്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. എല്ലാ ന്യൂസ് പേപ്പറും വായിക്കാൻ മീൻസ് ഇതിലും ഉണ്ട് ഒരാള് എല്ലാ ന്യൂസ് പേപ്പറും വായിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇതിലും ഉണ്ട്, ഈ സെറ്റിലും ഉണ്ട്, ഈ സെറ്റിലും ഉണ്ട്, അതിന്റെ ഇന്റർസെക്ഷനിലുണ്ട്. സോ അതിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സ് എത്രയായിരിക്കും? 3 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ മീൻസ് എല്ലാത്തിലും ഉൾപ്പെടുന്ന ആൾക്കാർ. എം ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ന്യൂസ് പേപ്പറും വായിക്കുന്ന ആൾക്കാരാണ്. എമ്മും വായിക്കുന്നുണ്ട്, സിയും വായിക്കുന്നുണ്ട്, ഡിയും വായിക്കുന്നുണ്ട്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 3 അല്ലെ. ഈ ഒരു ഏരിയ എന്തിന്റെ ഏരിയ ആണ്? എല്ലാ ന്യൂസ് പേപ്പറും വായിക്കുന്ന ആൾക്കാരുടെ ഏരിയ ആണ്. സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? ഓക്കെ,
സോ 3 റീഡ് ഓൾ 3 ന്യൂസ് പേപ്പേഴ്സ്. ഇനി നോക്കുക, ഇനി നമ്മൾ എന്തിലേക്ക് പോകണം? രണ്ടെണ്ണം വീതം വായിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്? ഓക്കെ, ഇതേപോലെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറയുന്നത്. ആദ്യം എന്താണ് നോക്കേണ്ടത്? എല്ലാ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് റീഡ് ന്യൂസ് പേപ്പർ എന്നുള്ളതാണ് പ്രോപ്പർട്ടി. അപ്പം മാതൃഭൂമിയും ചന്ദ്രികയും ദീപികയും വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞു? 3 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഏറ്റവും സെൻട്രൽ എന്താണെന്ന് കിട്ടി? 3. ഈ ഒരു ഏരിയ 3 ആണെന്ന് കിട്ടി. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെയാണ് ഈ പ്രോബ്ലം പോകുന്നത്. സോ ഈ ഒരു പസിൽ ഒരു തവണ പഠിച്ചാൽ പിന്നെ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു പസിൽ പഠിക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻസ് നമ്മൾ കറക്റ്റ് ആവുന്നുണ്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത രീതി കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി അങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് നോക്കാം. മാതൃഭൂമിയും ഏതാണ്? മാതൃഭൂമി. 9 റീഡ് ബോത്ത് മാതൃഭൂമി ആൻഡ് ദീപിക. അപ്പൊ മാതൃഭൂമിയും ദീപികയും വായിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്? 9 ആൾക്കാരുണ്ട്. 9 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർസെക്ഷനിലാണ് വരേണ്ടത് അല്ലെ? ആ ഒരു ഏരിയയിലുള്ള എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത് 9. പക്ഷെ നോക്കുക, ഈ ഒരു ഏരിയയിൽ തന്നെയല്ലേ ഇതും വരുന്നത്? ഞാൻ പോയിന്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഈ ഒരു 3 എന്ന് പറയുന്നതും വരുന്നത് ആ ഒരു ഏരിയയിൽ തന്നെയാണ്. അതുകൊണ്ട് 9ൽ നിന്ന് നമ്മൾ 3 ഒഴിവാക്കിയിട്ട് വേണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് 9. നമ്മൾ ഇപ്പം പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്. സോ ഈ ഒരു കുഞ്ഞ് ഏരിയയിൽ വരുന്നത് എത്രയായിരിക്കും? ആ 3നെയും കൂടെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3നെ ഒഴിവാക്കിയാൽ 9 മൈനസ് 3. അപ്പൊ ഇവിടെ മാത്രം എന്ത് വരും? 6 വരും. ഓക്കെ, നോക്കുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് 9 ആണെന്ന് പറഞ്ഞു. പക്ഷെ ഓൾറെഡി നമ്മൾ 3 ഇവിടെ കൊടുത്തല്ലോ. പിന്നെ ഇവിടെ എത്രയേ വരുള്ളൂ? ഈ ഒരു കുഞ്ഞ് ഏരിയയിൽ വരുന്നത് എത്രയാണ്? 6 ആണ്. അതേപോലെ മാതൃഭൂമിയും ചന്ദ്രികയും വായിക്കുന്ന എത്ര പേരുണ്ട്? മാതൃഭൂമിയും ചന്ദ്രികയും വായിക്കുന്ന 11 പേരുണ്ട്, 11. സോ നമുക്ക് ഇവിടെ 11 എന്നാണ് വേണ്ടത്. ഈ ഒരു കംപ്ലീറ്റ് ഏരിയയിൽ നമുക്ക് വേണ്ടത് എന്താണ്? 11 ആണ്. ഈ ഒരു കംപ്ലീറ്റ് ഏരിയയിൽ വേണ്ടത് 11 ആണ്. പക്ഷെ ഓൾറെഡി 3 കൊടുത്തു. പിന്നെ ബാക്കി എത്രയുണ്ട്? 8. ഈ ഒരു കുഞ്ഞ് ഏരിയയിൽ നമുക്ക് വരുന്നത് 8 ആണ്. ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്ത് പോകേണ്ടത്? ലേബിൾ ചെയ്ത് പോവേണ്ടത്. നോക്കുക, നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ് കേട്ടോ നമ്മൾ എഴുതുന്നത്. ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം, ഓരോ സെറ്റിലും വരുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് എഴുതുന്നത്. ഇനി നോക്കുക, ചന്ദ്രികയും ദീപികയും വായിക്കുന്ന എത്ര പേരുണ്ട്? 8 റീഡ് ബോത്ത് ചന്ദ്രിക ആൻഡ് ദീപിക. അപ്പം ചന്ദ്രികയും ദീപികയും വായിക്കുന്ന 8 പേരാണുള്ളത്. ഓൾറെഡി 3 ഇവിടെ എഴുതി കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ടാവും? 5 ആൾക്കാരുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഇനി നമ്മൾ എന്തിലേക്ക് വരിക? ഏറ്റവും ഫസ്റ്റ് തന്ന ഇൻഫർമേഷൻ. ആദ്യം നോക്കേണ്ടത് എന്താണ്? എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ എത്ര, പിന്നെ രണ്ടെണ്ണം വീതം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ എത്ര. അപ്പൊ നമുക്ക് ഇത്രയും ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, മാതൃഭൂമി മാത്രം വായിക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? ഇപ്പൊ ഫൗണ്ട് ദാറ്റ് 25 പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പർ മാതൃഭൂമി. സോ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? 25 വരണം. ഓക്കെ, പക്ഷെ ഇവിടെ ഓൾറെഡി എത്ര ഉണ്ട് കൊടുത്തിട്ടുണ്ട്? ഈ സർക്കിളിനകത്ത് തന്നെയാണ് ഈ നമ്പർ ഓഫ് ആൾക്കാരൊക്കെ കിടക്കുന്നത്. 8 പ്ലസ് 6 പ്ലസ് 3 ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ സമ്മേഷൻ എത്രയാണ്? 14 പ്ലസ് 3 17. അപ്പം 25ല് 17 ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു. 25ല് 17 ഓൾറെഡി എഴുതി കഴിഞ്ഞാൽ ഇനി 25 മൈനസ് 17 ആണ് കൊടുക്കേണ്ടത്. 25 മൈനസ് 17 എത്രയാണ്? 25 മൈനസ് 10 ഇസ് ഈക്വൽ ടു 15. അഗൈൻ 8 വരും. ഓക്കെ, 8 വരും. നെക്സ്റ്റ് നോക്കുക, ഇവിടെ ചന്ദ്രിക മാത്രം വായിക്കുന്ന ആൾക്കാർ എത്രയാണ്? ന്യൂസ് പേപ്പർ ചന്ദ്രിക 26 റീഡ് ന്യൂസ് പേപ്പർ ചന്ദ്രിക. സോ 26 ആൾക്കാരാണ്. പക്ഷെ ഓൾറെഡി 8ഉം 3ഉം 5ഉം ഇവിടെ പോയി കഴിഞ്ഞു. 8ഉം 3ഉം 5ഉം എത്രയാണ്? 8 പ്ലസ് 3 11 പ്ലസ് 5 16. അപ്പൊ 26ല് 16 ഓൾറെഡി പോയി. പിന്നെ എത്രയാണ് ഉണ്ടാവുക? 10 ആണ് ബാക്കി ഉണ്ടാവുക. ഇനി ഇവിടെ നോക്കുക, ദീപിക മാത്രം വായിക്കുന്ന എത്ര പേരാണുള്ളത്? 26. അഗെയിൻ 26 ആൾക്കാർ തന്നെയാണ് ദീപിക ന്യൂസ് പേപ്പറും വായിക്കുന്നത് ഉള്ളത്. പക്ഷെ ഇവിടെ ഓൾറെഡി നോക്കുക, 6 പ്ലസ് 3 9 പ്ലസ് 14 ഓൾറെഡി പോയി കഴിഞ്ഞു. പിന്നെ എത്ര ഉണ്ടാവും? 26ല് 14 പോയാൽ പിന്നെ ഉണ്ടാവുക എത്രയാണ്? 12 ആണ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പേഴ്സ്. ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുന്ന എത്ര പേരുണ്ട്? അത് എവിടെയാണ്? ഒരു വെൻ ഡയഗ്രത്തിൽ ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത്
എവിടെ നിന്നാണ് കിട്ടുക? ഇതെല്ലാം കൂടെ സം ചെയ്താൽ എന്ത് കിട്ടും? അറ്റ്ലീസ്റ്റ് വൺ. ഓക്കെ, ഇവരൊക്കെയും ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇതൊക്കെ. സോ ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോ സമ്മേഷൻ എടുക്കാം എല്ലാത്തിന്റെയും. 220, 30, 38 പ്ലസ് എത്രയാണ് വരുന്നത്? 14. 38 plus 14, that is equal to 52. So answer is 52. അപ്പം ഒന്നിന്റെ ആൻസർ എത്രയാണ്? നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് അറ്റ്ലീസ്റ്റ് വൺ ന്യൂസ് പേപ്പർ ഇസ് ഈക്വൽ ടു 52. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ. എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർ ഇവിടെ എത്രയാണുള്ളത്? സോ ഇതെന്ന് പറയുന്നത് മാതൃഭൂമി മാത്രം വായിക്കുന്ന ആൾക്കാർ. എക്സാക്ട്ലി എന്ന് വെച്ചാൽ ഒരു പേപ്പർ മാത്രം വായിക്കുന്ന ആൾക്കാരാണ്. സോ ഇതൊക്കെയാണ് വരിക. 8 പ്ലസ് 10 പ്ലസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. 30 ആണ് എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്ന ആൾക്കാരുള്ളത്. സോ ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയ ആൻസേഴ്സ് പറഞ്ഞിട്ട് സോൾവ് ചെയ്യുന്ന രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, സോ താങ്ക് യു.